കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. റോമാലേഖനം 3:24 അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിലേക്ക് വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ റോമാലേഖനം നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ റോമയിലുള്ള സഭയിലുള്ള എല്ലാ വിശ്വാസി കുടുംബങ്ങൾക്കും എല്ലാവർക്കും എഴുതിയ ഒരു ലേഖനമാണ് ഈ റോമാലേഖനം. സകല വിശുദ്ധന്മാർക്ക് അവൻ്റെ കൃപയാൽ യേശു ക്രിസ്തുവിലേക്ക് വീണ്ടെടുപ്പ് മൂലം. അപ്പോൾ കർത്താവായ യേശു യേശുവിൻ്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി തന്നിരിക്കുന്ന ഈ വീണ്ടെടുപ്പ് നാം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാക്കി മാറ്റിയെടുത്തുവെങ്കിൽ നമുക്ക് അതൊരു അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിക്കുമ്പോൾ ആ വ്യക്തി ദൈവസന്നിധിയിൽ വീണ്ടെടുപ്പ് പ്രാപിച്ച വ്യക്തിയായി മാറുകയും കർത്താവായ ദൈവത്തിനായി ഉള്ള മകനായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ടാണ് വീണ്ടെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിനങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വീണ്ടെടുപ്പ് ഏറ്റവും ആവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, അത് പുതിയതായി തീർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഹല്ലേലൂയ കർത്താവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവൻ്റെ ജീവിതത്തിലുള്ള പഴയ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പുതുതായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണെങ്കിൽ തീർച്ചയായും സ്വർഗീയ പിതാവായ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവിടെ ഹല്ലേലൂയ ഒരു സൃഷ്ടിയായി കർത്താവിന് വേണ്ടി വേർപെട്ട് ജീവിക്കുന്ന ഒരു ദൈവ മകനായി തന്നെ മാറുകയാണെങ്കിൽ തീർച്ചയായും സ്വർഗം നമ്മുടെ മേൽ അനുഗ്രഹം പകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 15:19 പറയുന്നുണ്ട്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം നമുക്ക് തരുന്ന ആയുസ് വരെയും ആ ആയുസ്സുവിൽ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം ഹല്ലേലൂയ നമ്മുടെ കൂടെ ഇരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എങ്കിലും സകല മനുഷ്യരിലും അരിഷ്ടത മാറിയിട്ടില്ല. അരിഷ്ടന്മാരാത്രേ നാം പ്രത്യാശ വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം പ്രത്യാശയുള്ളവരായി മാറുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മളെ വഴി നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങൾ പറയാം, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ എൻ്റെ കർത്താവിൽ ഒരു വീണ്ടെടുക്കപ്പെട്ട മകനായി ജീവിക്കുകയാണ്. ഞാൻ പുതിയൊരു മകനായി ഞാൻ മാറുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഇസ്രായേൽ ജനത്തോട് കൂടെ ഇരുന്നതുപോലെ എൻ്റെ കർത്താവായ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഇരിക്കണമെന്ന് പറയുമ്പോൾ സ്വർഗീയ പിതാവായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങൾ തന്നെ നാം ദൈവസന്നിധിയിൽ ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും സ്വർഗീയ പിതാവായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങൾ കർത്താവായ ദൈവത്തോട് കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വർഗീയ പിതാവായ ദൈവം വലിയവ ചെയ്യുമാറാകണമേ. ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവിനോടൊപ്പം ജീവിക്കുവാൻ
നടത്തുവാൻ തക്കവണ്ണ കർത്താവല്ലാതെ എനിക്ക് വേറെ ആരുമില്ല കർത്താവേ. ഞാനൊരു പുതിയ സൃഷ്ടിയായി എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്താൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഒന്ന് തരണമേ എന്ന് ദൈവത്തോട് നാം ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവായ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് വഴി നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഇതിനെങ്കിൽ നമുക്ക് തീരുമാനമെടുക്കാം. കർത്താവേ, ഞാൻ അങ്ങ് എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ പൂർണ്ണമായി എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ പകരുവാനിടയായിത്തീരും. ഈ തിരുവചനങ്ങളാൽ കർത്താവ് ദൈവം നമ്മൾ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.